നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ പാലിയേറ്റീവ് കെയർ ഏറ്റുമാനൂർ സെന്റർ നാടിന് സമർപ്പിച്ചു. ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ, ആൽഫ ട്രസ്റ്റിയും ഡോക്ടർ സണ്ണി ഹെൽത്ത് കെയർ ചെയർമാൻ ഡോക്ടർ സണ്ണി കുര്യൻ, ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് പടിക്കര, ജനപ്രതിനിധികൾ, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് നിലവിളക്ക് കൊളുത്തി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റുമാനൂർ നഗരസഭയിലും പരിസര പ്രദേശങ്ങളിലെയും ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർക്കും ചലനശേഷി പരിമിതപ്പെട്ടവർക്കും രോഗങ്ങളും അപകടങ്ങളും വാർദ്ധക്യവും തളർത്തിയ കിടപ്പിലായവർക്ക് ഹോം കെയറും ഫിസിയോതെറാപ്പിയും കുടുംബങ്ങൾക്ക് പിന്തുണയും ഉൾപ്പെടെ സേവനങ്ങൾ കേന്ദ്രം നൽകുമെന്ന് ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ മുഖ്യപ്രഭാഷണത്തിൽ അറിയിച്ചു. റെയിൽവേ സ്റ്റേഷന് സമീപം ഒരുക്കിയ പുതിയ കെട്ടിടത്തിലാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഔദ്യോഗിക ഉദ്ഘാടന പരിപാടിക്ക് മുമ്പ് MPയും വിശിഷ്ടാതിഥികളും ഓർമ്മ മരങ്ങൾ നടുകയും റിബൺ മുറിച്ച് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ആൽഫ ഏറ്റുമാനൂർ സെന്റർ പ്രസിഡന്റ് BM മാത്യു അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് KC ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം, കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ, അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു വലിയമല, വേൾഡ് മലയാളി അസോസിയേഷൻ വൈസ് ചെയർമാൻ സാബു കുര്യൻ മന്നാംകുളത്തിൽ, അതിരമ്പുഴ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജെയിംസ് ആൻഡ്രൂസ്, വ്യാപാരി വ്യവസായി സമിതി ഏറ്റുമാനൂർ പ്രസിഡന്റ് NB തോമസ്, അതിരമ്പുഴ അൽഫോൺസ ട്രസ്റ്റ് പ്രസിഡന്റ് TJ മാത്യു, കാണക്കാരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോർജ്, കോർവ കോട്ടയം ജില്ലാ ജനറൽ സെക്രട്ടറി P ചന്ദ്രകുമാർ, ട്രഷറർ PH ഇക്ബാൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. സെക്രട്ടറി ജോൺ ഫിലിപ്പോസ് നന്ദി പറഞ്ഞു. ആൽഫ പാലിയേറ്റീവ് കെയർ വെള്ളാങ്കല്ലൂർ സെന്ററിൽ പുനഃപ്രാപ്തി സംഗമം നടത്തുന്നു. ആൽഫയുടെ സൗജന്യ ഫിസിയോതെറാപ്പിയിലൂടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന 117 പേർ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. ജനുവരി 23 വ്യാഴാഴ്ച രാവിലെ 9:30 മുതൽ ആൽഫ വെള്ളാങ്കല്ലൂർ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് വിനോദ് കോവൂർ മുഖ്യാതിഥിയായിരിക്കും. പുലരി ക്ലബ് അംഗങ്ങളുടെ കലാപരിപാടികളും ഫിസിയോ മ്യൂസിക്കിന്റെ ഗാനമേളയും ഉണ്ടായിരിക്കും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.